ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾ യൂണിഫോമിലൊന്നും അല്ല കേട്ടോ സ്കൂളിൽ പോകുന്നത്, കളർ ഡ്രസ്സൊക്കെ ആയിട്ടാണ്. ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ അവർക്ക് ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവരുടെ മുഖത്ത് കണ്ടില്ലേ ഭയങ്കര സന്തോഷം. അപ്പോൾ എക്സാം കഴിഞ്ഞതിൻ്റെയും ഇന്ന് സെലിബ്രേഷൻ ആയതിൻ്റെയും ഹോളിഡേ തുടങ്ങുന്നതിൻ്റെയും പിന്നൊരു എക്സ്ട്രാ സന്തോഷം കൂടി ഉണ്ട്. സാധാരണ 10 ഡേയ്സൊക്കെ അല്ലേ ഇവർ ഹോളിഡേയ്സൊക്കെ ഉണ്ടാവുക. ഇപ്രാവശ്യം അത് 15 ഡേയ്സ് ഉണ്ട് കേട്ടോ. സിക്സ്ത്തിനെങ്ങാനുമാണ് ഇവർക്ക് ഓപ്പൺ ആവുന്നത്. അപ്പോൾ എല്ലാത്തിനും സന്തോഷമുണ്ട്. അങ്ങനെ പോകുന്ന ഇടയ്ക്കാണ് ഇവർ ബോട്ടിൽ എടുക്കാൻ മറന്നു എന്നുള്ളത് ഓർത്തത് കേട്ടോ. അപ്പോൾ പിന്നെ കൊണ്ടു കൊടുക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെ വിചാരിച്ചു ക്രിസ്മസ് ക്യാപ്പ് കൊടുക്കാനുണ്ട്, അത് ഇട്ട് കൊടുക്കാൻ, ഏതായാലും രസമല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നിട്ട് അതും കൂടി എടുത്തതാണ്. അപ്പോൾ 2 ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ തിരിച്ച് സ്കൂളിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ആ ക്യാപ്പുമേലുള്ള ഗിൽറ്റിൻ്റെ ആ ഒരു തിളക്കാണ് കേട്ടോ. വെയിൽ തട്ടുമ്പോൾ കാറിൽ ഫുള്ള് ഇങ്ങനെ ഗിൽറ്റ് ഫുള്ളാവുന്നുണ്ട്. അപ്പോൾ ഞാനും മക്കൾ അതിങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇത് സ്കൂളിലെത്താനാവുമ്പോൾ പപ്പക്കും എനിക്കൊക്കെ കാറിൽ നിന്ന് ഒരു ഉമ്മ വരൽ അതൊരു സ്ഥിരം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ സ്കൂളെത്തി. ഇനി ഇവരെ ഇറക്കിയിട്ട് വേണം എനിക്ക് ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും സുജിയും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ള ആ ഒരു മൂഡിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഒരു രസമല്ലേ, ഒരു നമ്മളിതായിട്ട് മാത്രമുള്ള ഒരു സമയം, മക്കളൊന്നും ഇല്ലാണ്ട് കിട്ടുന്ന ഒരു ടൈമാണ് കേട്ടോ ഞങ്ങളുടെ ഇത്. അപ്പോൾ അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ കുറേ ആയിട്ടോ ഞങ്ങൾ സാധാരണ ഇടയ്ക്ക് ഇറങ്ങാറുണ്ടെങ്കിലും ഇപ്പോൾ കുറേ ആയിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട്. കാരണം എന്താ വെച്ചാൽ സൂചി ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. അപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൂടെയാണ് സൂചി കിടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ പിടിയാലെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം സുപ്രഭാതം ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ മൈസൂർ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പുതുതായിട്ടൊരു ഗരം ഗാർലിക് മസാല ദോശ, അങ്ങനെ എന്താ കറക്റ്റ് പേര് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ ഇപ്രാവശ്യം കഴിച്ചത് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് സുജി ഒരു വട മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഒരു മസാല ദോശ വീട്ടിലേക്ക് പാർസൽ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ മമ്മിക്കും ചേച്ചിക്കൊക്കെ ഉള്ളത് ദോശ പാർസലാക്കിയിട്ടുണ്ട് കേട്ടോ, വടയും പാർസലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വടയൊന്നും കഴിച്ചില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ സ്ഥിരം ബീച്ചിലൂടെ ഒരു റൗണ്ട് ഇട്ടിട്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ പോയിട്ട് കുറേ കാലമായ പോലെ കേട്ടോ. അപ്പോൾ ആ ഒരു ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ടോട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഇത് സാധാരണ മക്കളെ കൂട്ടിയിട്ട് ഇറങ്ങിയാലൊക്കെ വേഗം തന്നെ വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ടോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ആസ് യൂഷ്വൽ കുറച്ച് അടുക്കിപ്പെറുക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ മക്കളെ പിക്ക് ചെയ്തിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ കളിച്ച് തിമിർത്ത് നടക്കാമല്ലോ. പക്ഷേ ട്യൂഷൻ ഉണ്ട് കേട്ടോ. ട്യൂഷൻ എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഹോളിഡേയ്സിലും ട്യൂഷന് എന്തായാലും ഉണ്ടാകും. പിന്നെ ഇവർക്ക് ബോക്സിങ് ഉണ്ട് കേട്ടോ. ഇവർ ബോക്സിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരെ ഹോളിഡേയ്സ്. പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 2 to 3 ഡേയ്സിനെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ സുജീൻ്റെ ഏട്ടനും അനിയനും വൈഫോ എല്ലാവരും ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയുള്ള ഒത്തുചേരലാണല്ലോ ഈ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ. അങ്ങനെയൊക്കെ ഈ ഹോളിഡേയ്സ് അടിച്ച് പൊളിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ മക്കളിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് കളിയൊക്കെ നല്ല തിമിർത്താടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ സ്പീക്കറിൽ നല്ല ഉറക്ക പാട്ടൊക്കെ വെച്ചിട്ട് ആണ് കളിക്കുക. ഇത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ ഡയറ്റ് തുടങ്ങിയ 2ാമത്തെ ദിവസം ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഡയറ്റ് കഴിഞ്ഞിട്ട് എനിക്കും കൂടി ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം ഇത് ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്
ഇവിടെ വെച്ചതാ. ഇങ്ങനെ ഫ്രിഡ്ജിൽ കാത്ത് കാത്ത് ഇവരെന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. തുറക്കാം? ഞാൻ തുറക്കാം. ബാക്കിയാണോ? ഓപ്പൺ ചെയ്യണത് ഞാനാക്കാട്ടോ. അത് അത്രേ ഉള്ളൂ. ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ വരും. അങ്ങനെ ഇവിടെ ഉണ്ട്. 1 മിനിറ്റ് ഇങ്ങനെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഉള്ളിൽ കേട്ടോ. പിസ്തന്റെ ആ ഒരു സംഭവമൊക്കെ സംഭവം ട്രെൻഡിങ് അല്ലേ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇത്ര വിചാരിച്ചോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു ക്രഞ്ചി ആയിട്ട് അല്ലേ? ആ ഒരു ചോക്ലേറ്റ് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അതിനൊപ്പം ഒരു ക്രഞ്ചിനെസ്, ആ ഒരു കുനാഫേൻ്റെ ആ ഒരു ക്രഞ്ചിനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ക്യൂബ്സ് ആണ് കേട്ടോ. ഇതിനെന്താ വേറെ പേരുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു സാധനമായിരുന്നു. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ചോക്കോബാറൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു മിനി വേർഷനായിട്ട് അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതും കഴിച്ചു കേട്ടോ. ഞാനും ഇതൊക്കെ മക്കളെ എനിക്ക് വേണ്ടിയിട്ട് മമ്മൻ്റെ ഡയറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതൊന്നും ഓവർ കഴിച്ചില്ല കേട്ടോ. ഈ കാണുന്ന ഇത്രയൊക്കെ തന്നെ കഴിച്ചുള്ളൂ. ആ ആഗ്രഹം അങ്ങോട്ട് നിറവേറ്റാൻ ആവശ്യമായത് ആ ഒരു തുള്ളി കേട്ടോ, അത്രേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ സൂചി ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് സൂചി എത്തുക. അത് കഴിഞ്ഞാൽ പിന്നെ സൂചിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്ത് ഞങ്ങൾ വേഗം കിടക്കാനുള്ള ആ ഒരു ഇതായിട്ടോ. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഉണ്ടാവുക. അപ്പം ഇന്ന് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വിലയേറെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് ആ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നാളെ വരാം. ബൈ ബൈ.